നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പഠിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ എടുക്കുന്ന കോഴ്സിന് ബേസ് ചെയ്തിട്ട് ഒരു ഫ്രീലാൻസ് വർക്ക് എടുക്കുക, അതിൽ നിന്ന് പഠിക്കുന്ന ടൈമിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ. പക്ഷെ ഇത് പലർക്കും പോസിബിൾ ആവുന്നുണ്ട്, പക്ഷെ പലർക്കും ഇത് പോസിബിൾ ആവുന്നില്ല. ഇതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന രീതികൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റിജക്ഷൻ കിട്ടുന്ന ടൈമിൽ നമ്മൾ പെട്ടെന്ന് ഡിമോട്ടിവേറ്റ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് പലർക്കും ഇത് പോസിബിൾ ആവാത്തത്. ഈ പോസിബിൾ ആവുന്ന ആൾക്കാർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് റിജക്ഷൻ കിട്ടി, അത് എന്തുകൊണ്ട് കിട്ടിയെന്ന് നോക്കും. അപ്പൊ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്താലാണ് നമുക്ക് ആ റിജക്ഷൻ കിട്ടാണ്ടിരിക്കുക, അപ്പോൾ അതിന് ഇനി എന്തൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിനുവേണ്ടി പിന്നെയും വർക്ക് ചെയ്യും. അങ്ങനെയാണ് പിന്നീട് അവർക്ക് ഒരുപാട് ഫ്രീലാൻസ് വർക്കുകൾ കിട്ടുന്നതും അവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും മറ്റുള്ളവരെക്കാളും ട്രിപ്പിളായിട്ട് അവർ വർക്ക് ചെയ്ത് ഫണ്ട് ഉണ്ടാക്കുന്നതൊക്കെ. അവർക്ക് ചിലപ്പോൾ നല്ലൊരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഡബിൾ പാക്കേജ് കിട്ടും. അതായത് നോർമലി ഒരു ഫ്രഷർക്ക് 3 LP ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്ക്, അതായത് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ഒരുപാട് ഫ്രീലാൻസ് വർക്കുകൾ ഒരുപാട് പ്രൊജക്റ്റ് ഒക്കെ ചെയ്തവർക്ക് ഒരു 6 LP 7 LP ലെവലിലോട്ട് അവർക്ക് കയറാനായിട്ട് പറ്റും. അപ്പൊ ഇതിന് ഇവരെന്തൊക്കെ ചെയ്യുന്നു, അതായത് നമുക്കിപ്പോൾ റിജക്ഷൻ കിട്ടി, അയ്യോ എനിക്ക് ഇപ്പൊ നിങ്ങളിപ്പോൾ മുൻപ് വർക്ക് ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് ആർക്കും വർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്ത് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് തരും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യേണ്ടതും അതിനെങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് എടുത്തു കാണിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമ്മളൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ ക്ലയന്റിന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് നിങ്ങൾ പ്രീവിയസ് വർക്ക്സ് ഒക്കെ ഒന്ന് എനിക്ക് സെൻഡ് ചെയ്യാമോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇത് ഈ റിക്വയർമെന്റ്സ് ഒക്കെ പറയുന്നതിനേക്കാളും മുൻപ് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രീവിയസ് വർക്കുകളൊക്കെ ഒന്ന് എനിക്ക് സെൻഡ് ചെയ്യാമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് എന്തായിരിക്കും, യൂട്യൂബിൽ ഏതെങ്കിലും ക്ലോൺ വെബ്സൈറ്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സൈറ്റ്സ് എടുത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ക്ലയന്റിന് ഷെയർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സ്, ഫാമിലി സർക്കിൾസ് ഒക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തുന്ന അല്ലെങ്കിൽ അത്യാവശ്യം വലിയ ബിസിനസ്സുകൾ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് സൈറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചാർജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ ചാർജ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അവരാ സൈറ്റ് ചിലവർ മിക്കവാറും പേയ്മെന്റ് തരാൻ ചിലവർ റെഡി ആവില്ല. ചിലപ്പോൾ നല്ല കണക്ഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ഒക്കെ മേടിക്കുക, ആ ചെറിയൊരു പേയ്മെന്റ് മേടിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ പേയ്മെന്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ അത് ചെയ്യാണ്ടിരിക്കണ്ട. ഇനീഷ്യൽ ടൈമിലാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും ബിസിനസിന്റെ ഏതെങ്കിലും സൈറ്റുകൾ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുക. ആ ചെയ്യുന്ന സൈറ്റ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണമല്ല, ഞാൻ ഇത്രയൊക്കെ ഡെഡിക്കേഷൻ മതി എന്ന് വിചാരിക്കാണ്ട് നല്ല ഡിസൈൻസ് എടുക്കുക. ഒരുപാട് ഡിസൈൻസ് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇഷ്ടം പോലെ വെബ്സൈറ്റുകളിൽ കിട്ടാനുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫിഗ്മ ഡിസൈൻ എടുക്കുക, അത് നേരെ നിങ്ങൾ കോഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു സൈറ്റ്, ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു സൈറ്റ് നിങ്ങൾ അവർക്ക് ഡെലിവറി ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഒരു പോർട്ട്ഫോളിയോയിൽ ഈ സൈറ്റുകളൊക്കെ എന്ത് ചെയ്യുക, ഞാൻ ചെയ്ത വർക്കുകളാണെന്ന് പറഞ്ഞിട്ട് അത് വെക്കുക. അത് വെക്കുമ്പോൾ നിങ്ങളൊരു ക്ലയന്റ് നോക്കുന്ന സമയത്ത് ഒരു ലാൻഡിങ് പേജ് പോലും അത്യാവശ്യം നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊള്ളാം, സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രീവിയസ് വർക്ക് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റിക്വയർമെന്റ്സ് പറയാൻ വേണ്ടി വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ റിക്വയർമെന്റ്സും നിങ്ങൾ അങ്ങോട്ട് സജഷൻസ് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന റിക്വയർമെന്റ് പറയുമ്പം അവർ പറയുന്നതിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് നല്ലൊരു ഡിസൈൻ കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം, അതിനനുസരിച്ച് പ്രൈസും കൂട്ടണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു സെയിൽസ് ട്രിക്കുകളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ സെയിൽസിൽ ഞാൻ പൂരിയൊന്നല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനൽസിലൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ സെയിൽസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ സെയില് ക്ലോസ് ചെയ്യാനുള്ള ട്രിക്സ് ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ സെയില് അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലയന്റിനെ കാണാൻ പോകുന്നതിനേക്കാളും മുൻപ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് വെക്കാൻ പറ്റുന്ന, കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ലാൻഡിങ് വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സൈറ്റിൽ വെക്കുക. ഫസ്റ്റ് കാര്യം അതാണ്. നിങ്ങളൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതിനേക്കാളും മുൻപ് ചെയ്യേണ്ട മസ്റ്റ് കാര്യമാണ് അത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹൈ പ്രൊഫൈലായിട്ട് അവർക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബറിനെ എടുക്കുക. ഏതെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ വളർന്നു വരുന്ന യൂട്യൂബറോ അല്ലെങ്കിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറിനെ എടുത്തിട്ട് അവർക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ സൈറ്റ്സ് ഉണ്ടാവില്ല, അവർക്ക് സൈറ്റ് ബിൽഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും എന്ത് ചെയ്യുക, അവർക്കൊരു സൈറ്റ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒരു ഡൊമൈനൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യുക, മെയിൽ ചെയ്യുക. അവർക്ക് മെയിൽ ചെയ്തിട്ട് അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക ഒരു വെബ്സൈറ്റ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സൈറ്റിനെ വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നൊരു യൂട്യൂബറിന് ഞാനാണ് വെബ്സൈറ്റ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ചില ക്ലയൻസിനൊക്കെ സെറ്റാണല്ലോ, ഇന്ന യൂട്യൂബർ ഇവരുടെ ക്ലയന്റ് ആണെന്നൊക്കെ അവർ വിചാരിക്കും.
ശരിക്കും പറയുന്നത് നിങ്ങൾ ഗിഫ്റ്റ് ചെയ്തതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു മാർക്കറ്റിംഗ് ട്രിക്സും. അതായത് നമുക്കൊരു ഫ്രീലാൻസ് വർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് പഠിക്കണം, അതുപോലെ സെയിൽസ് പഠിക്കണം, അതുപോലെ നമ്മുടെ ഡെവലപ്മെന്റ് സ്കിൽസ് കൂട്ടണം. ഈ ഒരു 3 സ്കിൽസും മസ്റ്റായിട്ട് നമുക്ക് വേണ്ടതാണ്. അപ്പൊ നമ്മളൊരു വർക്ക് റിക്വയർമെന്റ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ഇതെനിക്ക് ചെയ്യാൻ പറ്റൂ, പുള്ളി മൗസ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഫിൽറ്റർ വരണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയും, സ്ക്രോൾ ചെയ്യുമ്പോൾ വലിയ അത്ഭുതം വരണം എന്നൊക്കെ പറയും. അപ്പൊ ഈ സമയത്ത് നമുക്ക് പേടിയുണ്ടാവും, അയ്യോ ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു കോൺഫിഡൻസ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലയന്റ് ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോളജ് ഉണ്ടായില്ല, അതിൽ അത്യാവശ്യം ഡീപ്പ് ലെവലിൽ നോളജ് ഇല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ നോളജ് ഉണ്ടായാലാണ് നിങ്ങൾക്കൊരു ഫ്രണ്ടിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ റിക്വയർമെന്റ്സ് എഴുതുമ്പോൾ പേടിയില്ലാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 4-5 വർക്കുകൾ നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും സെറ്റായിട്ട് കുറച്ചുകൂടിയും നമ്മൾ തോന്നണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സിന് എടുക്കുക, അവരുടെ സൈറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾ തന്നെ ഡൊമൈൻ മേടിച്ചു കൊടുക്കുക. അങ്ങനെ ഇനീഷ്യൽ ടൈമിലത്തെ കാര്യം കേട്ടോ ഞാൻ പറയണമെന്ന് വെച്ചാൽ എപ്പോഴും ഇതേപോലെ ചെയ്യണമെന്നല്ല, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണമെന്നല്ല. ഫസ്റ്റ് വർക്ക് കിട്ടുമ്പോൾ എപ്പോഴും നമുക്ക് കണക്ഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫ്രീലാൻസ് ആ ഒരു കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളൊരു ഹെഡ് കോഴ്സ് കമ്മ്യൂണിറ്റിയിൽ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഒരു ഫ്രീലാൻസ് കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിനെ കൊണ്ടുവരാനും അതുപോലെ ഒരുപാട് ഡെവലപ്പേഴ്സിനെ ഒന്നിച്ചൊരു സ്ഥലത്ത് കൂട്ടിയിട്ട് പല വർക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പ്ലാനുകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നാണ്, ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രൊജക്ട്സ് കിട്ടുന്നതിൽ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇടയിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.